ഹലോ. അപ്പം ഞാൻ ഗുരുവായൂരിൽ എനിക്കൊരു അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും എൻ്റെ അടുത്ത് വന്നിട്ട് 1000 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്, കുട്ടി ഇതെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. അതായത് അവർ തൊഴുതിറങ്ങി, അവരുടെ കയ്യിൽ 1000 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, കുട്ടി ഇതെടുത്തിട്ട് ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴുതിറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, എൻ്റെ ഏട്ടൻ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ഞാൻ ക്യൂവിൽ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല, കാരണം ഞങ്ങൾ തൊഴുതിറങ്ങി, കുട്ടി ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളിത് കീറിക്കളയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ എന്താ എന്താ പറയേണ്ടത് അല്ലെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ നിന്ന് ആ ടിക്കറ്റും വാങ്ങിച്ച് ഞാൻ ഏട്ടനോട് ഈ കാര്യം പറയാൻ വേണ്ടി പോയി. അപ്പം ഏട്ടൻ ക്യൂ നിൽക്കുകയാണല്ലോ, എന്നിട്ട് ഏട്ടനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ഏട്ടൻ ക്യൂ നിന്ന് പുറത്ത് വന്ന് അപ്പം ഞാൻ അവരോട് എന്ത് ചെയ്തു, താങ്ക്സ് പറയാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ അവരവിടെ എവിടെയും കണ്ടില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, അവരെ കണ്ടില്ല. കാരണം അവർ തൊഴുതിറങ്ങിയതാണ്. അപ്പം പിന്നെ മിക്കവാറും അവർ പുറത്ത് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാനും മോനും കൂടി ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി പോയി. ഒരുപാട് തവണ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ക്യൂ നിന്നാൽ പോലും, ഇപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അധികം തൊഴാറ്, അല്ലെങ്കിൽ പുറത്ത് നിന്ന് തൊഴുതിട്ട് അങ്ങനെ പോകും. അപ്പോൾ ക്യൂ നിന്നാൽ പോലും, കാരണം ഉന്തും തിരക്കും കാരണം ഭഗവാനെ നേരാവണ്ണം കാണാൻ കഴിയില്ല. ഇനി നിന്നാൽ പോലും ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് നമുക്കവിടെ ടൈം കിട്ടുള്ളൂ. ബാക്കിൽ നിന്ന് പ്രഷർ ഉണ്ടാകും. അവർ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ മാറ്റും, പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മാറ്റും. ഇത് 1000 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് വഴി കയറിയ കാരണം കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ടൈമൊക്കെ കിട്ടി, കുറേ നേരം ഭഗവാനെ കാണാനും ഭഗവാനെ തൊഴുത് മനസ്സ് നിറഞ്ഞിറങ്ങാനും എനിക്ക് ടൈം കിട്ടി. കാരണം ആരും ഇല്ലാത്ത കാരണം അവർ ഒരുപാട് ടൈം തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞു, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞ് കരഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ പ്രസാദവും വാങ്ങിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നു കേട്ടോ. ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. പക്ഷേ ഇപ്പോഴും എനിക്കറിയാത്തൊരു കാര്യമാണ്, അവരാരാണ്, അവരെന്തുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല നീ തൊഴുത് കഴിഞ്ഞതാണോ എന്ന്. എന്നോട് ചോദിച്ചിട്ടില്ല തൊഴുത് കഴിഞ്ഞതാണോ എന്ന്. അവർ നേരിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കുട്ടി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നതാ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ശരിക്കും അത് ഭഗവാൻ തന്നെ ആയിരിക്കില്ലേ.